വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. വായുവിന്റെ സാന്ദ്രത എന്താണ്? കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഹോമോസ്ഫിയർ, രണ്ട് ഹെറ്ററോസ്ഫിയർ. അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ. വാതക സംരചനയിൽ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. വാതക സംരചനയിൽ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. എങ്ങനെയാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഹോമോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ഹോമോസ്ഫിയറിന്റെ ഉയരം എത്രയാണ്? 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ഹോമോസ്ഫിയർ 90 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഹോമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നു. ഹോമോസ്ഫിയർ 90 കിലോമീറ്റർ വരെയാണ്. അതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ 5ആയി തിരിച്ചിരിക്കുന്നു. അപ്പൊ അന്തരീക്ഷത്തെ തിരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഊഷ്മാവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഊഷ്മാവിന്റെ കൂടുതലും കുറവും അനുസരിച്ചാണ് അന്തരീക്ഷ പാളികളെ തിരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് വരുന്നത്, മുകളിലോട്ടാണ് പോകുന്നത് അന്തരീക്ഷം. അപ്പൊ ഏറ്റവും താഴെ വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നമുക്ക് ഈ പടം നോക്കിയാൽ കാണാം. ഏറ്റവും താഴെ വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ അതായത് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന മനുഷ്യൻ, ജീവജാലങ്ങളൊക്കെ കാണപ്പെടുന്നതും അന്തരീക്ഷത്തില് മഴ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. രണ്ടാമത്തെയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങളൊക്കെ പറന്നു പോകുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗത്തോടെയൊക്കെയാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ് പോകുന്നത്. മിസോസ്ഫിയർ. മിസോസ്ഫിയർ ഉൽക്കകളൊക്കെ പതിക്കുന്ന സ്ഥലമാണ്. ഉൽക്കകൾ കത്തി ചാമ്പലായി പോകുന്ന സ്ഥലമാണ് മിസോസ്ഫിയർ. അതിന്റെ മുകളിൽ തെർമോസ്ഫിയർ ആണുള്ളത്. തെർമോസ്ഫിയർ സാറ്റലൈറ്റ് ഒക്കെ കാണപ്പെടുന്നത് തെർമോസ്ഫിയർ ആണ്. പിന്നെ എക്സോസ്ഫിയർ, അതിന്റെയൊക്കെ മുകളിലാണ് എക്സോസ്ഫിയർ. സ്പേസ് ഷിപ്പ് ഒക്കെ കാണപ്പെടുന്നത് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഏറ്റവും താഴെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അതിന്റെ മുകളിലെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നീട് അതിന്റെ മുകളിൽ മിസോസ്ഫിയർ, അതിന്റെ മുകളിൽ തെർമോസ്ഫിയർ, അതിന്റെ മുകളിൽ എക്സോസ്ഫിയർ. ഓരോന്നും നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ പാളിയിലെ വാതകങ്ങളുടെ സാന്ദ്രത ഉയരത്തിനനുസരിച്ച് കുറയുമ്പോൾ വായു കനം കുറയുന്നു. അതിനാൽ ട്രോപ്പോസ്ഫിയറിലെ താപനിലയും ഉയരത്തിനനുസരിച്ച് കുറയുന്നു. അപ്പൊ എന്താണ്? ഈ പാളിയിലെ വാതകങ്ങളുടെ സാന്ദ്രത ഉയരത്തിനനുസരിച്ച് കുറയുന്നു. ഈ പാളിയിലെ വാതകങ്ങളുടെ സാന്ദ്രത ഉയരത്തിനനുസരിച്ച് കുറയുന്നു. അതുകൊണ്ട് എന്താണ്? വായുവിന്റെ കനം കുറയുന്നു. അതിനാൽ ട്രോപ്പോസ്ഫിയറിലെ താപനിലയും ഉയരത്തിനനുസരിച്ച് കുറയുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ട്രോപ്പോസ്ഫിയറിലെ താപനിലയും ഉയരത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ.
ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി സാന്ദ്രത കൂടിയ അന്തരീക്ഷപാളി ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. സാന്ദ്രത കൂടിയ അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ എന്നിവയൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ജലബാഷ്പവും പൊടിപടലങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ജലബാഷ്പവും പൊടിപടലങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. 13 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്നു ട്രോപ്പോസ്ഫിയർ. അപ്പം ഏകദേശം 13 കിലോമീറ്റർ, ശരാശരി ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണെങ്കിലും ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് അതിന്റെ ഉയരം എത്രയാണ്? 18 കിലോമീറ്ററുമാണ്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. സംയോജന മേഖല. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപോസിലെ ഏകദേശ താപനില -80°C ധ്രുവപ്രദേശത്ത് -45°C. അപ്പൊ എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപോസിലെ ഏകദേശ താപനില എത്രയാണ്? -80°C, ധ്രുവപ്രദേശത്ത് -45°C. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്താണ്. ഗ്രീഷ്മകാലത്ത് അഥവാ വേനൽക്കാലത്താണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്താണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പടത്തിൽ നോക്കുമ്പോൾ കാണാം. ഇതാണ് ഈ ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണുന്ന ഈ ഭാഗം ട്രോപ്പോപോസ്, അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നത് അനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1°C എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പൊ എന്താണ്? ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതനുസരിച്ച്, അതായത് ഓരോ 165 മീറ്ററിനും എത്ര ഡിഗ്രി കുറയുന്നു? 1°C മുതൽ താപനില കുറഞ്ഞു വരുന്നു. അതായത് മുകളിലേക്ക് 165 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓരോ °C വെച്ച് കുറഞ്ഞു വരും. അതാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപോസിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപോസിന്, അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. അതിനു മുകളിലായിട്ട് 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ 19% ഈ പാളിയിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷെ വളരെ കുറച്ച് ജലബാഷ്പം മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ 19% ഈ പാളിയിൽ, സ്ട്രാറ്റോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷെ വളരെ കുറച്ച് ജലബാഷ്പം മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. ഈ പ്രദേശത്ത് ഉയരത്തിനനുസരിച്ച് താപനില വർദ്ധിക്കുന്നു. അപ്പോ സ്ട്രാറ്റോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടുന്നതനുസരിച്ച് എന്താണ്? താപനില വർദ്ധിക്കുന്നു. ഓസോൺ രൂപപ്പെടുന്ന പ്രക്രിയയിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഓസോൺ രൂപപ്പെടുന്ന പ്രക്രിയയിൽ എങ്ങനെയാണ്? താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
ഈ താപമാണ് താപനില വർധനവിന് കാരണമാകുന്നത്. അപ്പൊ താപനില കൂട്ടുന്നതിന് കാരണം എന്താണ്? ഓസോൺ ആണ്. ഈ താപമാണ് താപനില വർധനവിന് കാരണമാകുന്നത്. ഉയരത്തിനനുസരിച്ച് താപനിലയിലെ ഈ വർധനവ് അർത്ഥമാക്കുന്നത് ചൂടുള്ള വായു തണുത്ത വായുവിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു എന്താണ്? അപ്പൊ എന്താണ്? ഉയരത്തിനനുസരിച്ച് താപനിലയിലെ ഈ വർധനവ് അർത്ഥമാക്കുന്നത് ചൂടുള്ള വായു തണുത്ത വായുവിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ചൂടുള്ള വായു തണുത്ത വായുവിന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വാതകങ്ങളുടെ മുകളിലേക്ക് ലംബചലനം ഇല്ലാത്തതിനാൽ ഇത് സംവഹനത്തെ തടയുന്നു. വാതകങ്ങളുടെ മുകളിലേക്ക് ലംബചലനം ഇല്ലാത്തതിനാൽ സംവഹനത്തെ ഇത് എന്ത് ചെയ്യുന്നു? തടഞ്ഞു വെക്കുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. വായുവിന്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടിയാണ് എന്ത്? വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും എല്ലാം പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടിയാണ്. എന്തുകൊണ്ടാണ്? വായുവിന്റെ തിരശ്ചീന ചലനം മൂലമാണ്. ഈ മണ്ഡലത്തിൽ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങളില്ല. സ്ട്രാറ്റോസ്ഫിയറിൽ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങളില്ല. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായിട്ട് കൂടുന്നു. ഓസോൺ സൗരവികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായിട്ട് കൂടുന്നു. ഓസോൺ സൗരവികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് ചൂട് കൂടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നതാണ് സമതാപ മേഖല. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല എന്നാണ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നാക്രിയസ് മേഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസ് ആണ്. മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് എന്താണ്? സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപോസ്. അതായത് മിസോസ്ഫിയറിനെയും, അതിന് മുകളിൽ മിസോസ്ഫിയർ ആണല്ലോ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. അടുത്തത് ഓസോൺ പാളി എന്താണെന്ന് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിലാണല്ലോ ഓസോൺ പാളി കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അപ്പൊ എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ്. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ്. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഓസോൺ രൂപീകരണം എന്നാണ്. അപ്പൊ അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഓസോൺ രൂപീകരണം. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയിൻ ആണ്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയിൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രി, ഹെൻറി ബൂയ്സൺ എന്നിവരാണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രി, ഹെൻറി ബൂയ്സൺ എന്നിവരാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? GMB ഡോബ്സൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സൺ ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഓസോൺ കണ്ടുപിടിച്ചത് CF ജോൺ ബെയിൽ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സണും കൂടെ ചേർന്നാണ്. ഓസോൺ പാളിയെ കുറിച്ച് വിശദീകരണം നൽകിയത് ആരാണ്? GMB ഡോബ്സൺ ആണ്. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല നിറം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ്. ഓസോണിന്റെ തന്മാത്രാവാക്യം O3 എന്നതാണ്. ഓസോണിന്റെ തന്മാത്രാവാക്യം O3 ആണ്.
ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ ഈ പാളിയിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു, സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളിയെ പറ്റി വിശദീകരണം നൽകിയത് ഡോപ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നതാണ് ഓസോൺ സുഷിരം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബെ ആണ്. ഹാലിബെ അന്റാർട്ടിക്കയിലാണ്. 1913 കണ്ടെത്തിയത്. ഓസോൺ സുഷിരം ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലം ഹാലിബെ ആണ്, അന്റാർട്ടിക്ക, 1913. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന അല്ലെങ്കിൽ നശിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിംബസ് 7. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ 16. ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ 16 ആണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതെന്നാണ് 1989 ജനുവരി 1. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയാണ് നെല്ല്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ നെല്ലാണ്. മിസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. അപ്പൊ മിസോസ്ഫിയർ എവിടെ മുതലാണ്? 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയർ കിടക്കുന്നത്. ഈ പാളി ഉൾക്കൊള്ളുന്ന വാതകങ്ങൾ താഴേക്ക് പോകുന്തോറും സാന്ദ്രമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ താഴേക്ക് പോകുന്തോറും താപനില വർദ്ധിക്കുകയും ഈ പാളിയുടെ അടിഭാഗത്ത് ഏകദേശം 5 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ -15 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്യുന്നു. മിസോസ്ഫിയറിലെ വാതകങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു കയറുന്ന ഉൽക്കകളുടെ വേഗത കുറയ്ക്കാൻ തക്ക കട്ടിയുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് മിസോസ്ഫിയറിലെ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഉൽക്കകളുടെ വേഗത കുറയ്ക്കാൻ തക്ക കട്ടിയുള്ളതാണ്. അവിടെ അവ കത്തുകയും രാത്രി ആകാശത്ത് അഗ്നിജ്വാലകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ മിസോസ്ഫിയറിൽ വെച്ചാണ് ഉൽക്കകള് കത്തിച്ചാമ്പലാവുന്നത്. സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറും മധ്യ അന്തരീക്ഷമായി കണക്കാക്കുന്നു. മിസോസ്ഫിയറിന്റെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന സംക്രമണ അതിർത്തിയെ സ്ട്രാറ്റോപോസ് എന്ന് വിളിക്കുന്നു. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്നു. അപ്പൊ മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോപോസിൽ. അപ്പൊ എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോപോസിലാണ്. മിസോപോസിൽ. മിസോസ്ഫിയറിലെ ശരാശരി താപനില -85 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിസോസ്ഫിയറിലെ ശരാശരി താപനില എത്രയാണ്? -85 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നൊക്ടിലൂസന്റ് മേഘങ്ങൾ. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നൊക്ടിലൂസന്റ് മേഘങ്ങളാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നൊക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ അത് മിസോസ്ഫിയർ ആണ്. അപ്പൊ നൊക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. അത് ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് നൊക്ടിലൂസന്റ് മേഘങ്ങൾ. അത് കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. വേനൽക്കാലത്ത് ധ്രുവപ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ എവിടെയാണ്? ധ്രുവപ്രദേശത്താണ് നൊക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം മിസോസ്ഫിയർ ആണ്.
ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കർഷണത്താൽ കത്തിയെരിയുന്ന പാളി. കർഷണത്താല് കത്തിയെരിയുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ അത് മിസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മിസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം എന്താണ്? കർഷണമാണ്. കർഷണം. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മിസോപോസ്. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മിസോപോസ്. മിസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിസോപോസ് ആണ്. മിസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിസോപോസ് ആണ്. അടുത്തത് തെർമോസ്ഫിയർ. ഏകദേശം 53 മൈൽ, അതായത് 85 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്ററിനും ഇടയിൽ മുകളിലെ അന്തരീക്ഷം എന്നറിയപ്പെടുന്നതാണ് തെർമോസ്ഫിയർ. അപ്പം തെർമോസ്ഫിയർ എത്രയാണ്? 53 മൈൽ അഥവാ 85 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നതാണ് തെർമോസ്ഫിയർ. വളരെ നേർത്തതാണെങ്കിലും ഭൂമിയിലേക്ക് ഇറങ്ങും തോറും തെർമോസ്ഫിയറിലെ വാതകങ്ങൾ കൂടുതൽ സാന്ദ്രത കൈവരിക്കുന്നു. അങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന ഉയർന്ന ഊർജ അൾട്രാവയലറ്റ് എക്സ്റേ കിരണങ്ങൾ ഈ പാളിയിലെ തന്മാത്രകളാൽ ആഗിരണം ചെയ്യാൻ തുടങ്ങുകയും വലിയ താപനില വർധനവിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ തെർമോസ്ഫിയറിൽ നല്ല ചൂടുള്ള അന്തരീക്ഷ പാളിയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജമുള്ള അൾട്രാവയലറ്റ് എക്സ്റേ കിരണങ്ങൾ ഈ പാളിയിലെ തന്മാത്രകളാൽ ആഗിരണം ചെയ്യാൻ തുടങ്ങുകയും വലിയ താപനില വർധനവിന് കാരണമാവുകയും ചെയ്യുന്നു. മിസോപോസിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയർ ആണ്. അറോറ കാഴ്ചകൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മിസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മിസോസ്ഫിയറും ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്നത് തെർമോസ്ഫിയറുമാണ്. അടുത്തത് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം, അപ്പൊ തെർമോസ്ഫിയറിന്റെ താഴെയായിട്ടാണ് അയണോസ്ഫിയർ കാണപ്പെടുന്നത്. തെർമോസ്ഫിയറിന്റെ തന്നെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷപാളി അയണോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. അപ്പൊ എന്താണ് അയോണീകരണം? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. അപ്പൊ 80 മുതൽ 600 വരെയാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ 80 മുതൽ 400 വരെ അയണോസ്ഫിയറിന്റെ ഏരിയയാണ്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ആയതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ അയണോസ്ഫിയറിൽ എന്താണ് ചെയ്യുന്നത്? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ സാധിക്കുന്നത് കൊണ്ട് റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ആയതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ റേഡിയോയുടെ ദീർഘദൂര പ്രക്ഷേപണങ്ങൾ സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ ആണ്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അയണോസ്ഫിയറിലാണ്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന സ്വഭാവമാണ് ഈ പാളിക്കുള്ളത്. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുവാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിരായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. അത് എവിടെ മുതലാണ്? ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് കാർമൻ രേഖ എന്ന് പറയുന്നത്. കാർമൻ രേഖ അത് നമുക്ക് ഈ പടം നോക്കിയാൽ കാണാം. ഇതാ ഇവിടെ മുതലാണ് തെർമോസ്ഫിയറിന്റെ സ്റ്റാർട്ടിങ് മുതലാണ് കാർമൻ രേഖ വരുന്നത്. മിസോസ്ഫിയറും കഴിഞ്ഞിട്ട് കാർമൻ രേഖ വരുന്നത് തെർമോസ്ഫിയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ.
അടുത്തത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും പുറം പാളിയാണിത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 375 മൈൽ അഥവാ 600 കിലോമീറ്റർ മുതൽ 6200 മൈൽ അതായത് 10,000 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ എക്സോസ്ഫിയർ എവിടെയാണ്? 600 കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ ആണ്. അതിനുശേഷം തെർമോസ്ഫിയറും കഴിഞ്ഞ് 600 കിലോമീറ്റർ മുതൽ 6200 മൈൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നതാണ് എക്സോസ്ഫിയർ. ഈ പാളിയിൽ ആറ്റങ്ങളും തന്മാത്രകളും ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടുകയും ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നു. എക്സോസ്ഫിയറിന്റെ അടിയിൽ തെർമോപോസ് എന്ന ഒരു സംക്രമണ പാളിയുണ്ട്. തെർമോപോസ്. അപ്പം ഈ ഉപഗ്രഹങ്ങളെല്ലാം ഭൂമിയെ ചുറ്റുകയൊക്കെ ചെയ്യുന്നത് എക്സോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. അപ്പൊ തെർമോസ്ഫിയറിന്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. ഇവയെ തമ്മിൽ തെർമോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ പാളി ഏതാണ്? തെർമോപോസ് ആണ്. തെർമോപോസ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ ആണ്. ഈ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വരികയും ബഹിരാകാശത്തേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ഈ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വരികയും ബഹിരാകാശത്തേക്ക് ലയിക്കുകയും ചെയ്യുന്നു. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. ധ്രുവങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണവിസ്മയമാണ് ധ്രുവദീപ്തി അഥവാ അറോറ എന്ന് പറയുന്നത്. ധ്രുവങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണവിസ്മയം ധ്രുവദീപ്തി അഥവാ അറോറ എന്നാണ് പറയുന്നത്. ഉത്തര ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്നത് അറോറ ബോറിയാലിസ് എന്നാണ്. ഉത്തര ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്നത് അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്നത് അറോറ ഓസ്ട്രേലിസ് എന്നുമാണ്. ദക്ഷിണ ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്നത് അറോറ ഓസ്ട്രേലിസ് എന്നുമാണ്. അപ്പൊ അത്രയാണ് അന്തരീക്ഷ പാളികളെ പറ്റിയുള്ളത്.